റഷ്യയും യുക്രൈനും തമ്മിലുള്ള 3 വർഷമായി നീണ്ട പോരാട്ടത്തിനു ശേഷം ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ യുക്രൈനിലെ യുദ്ധം പൂർണ്ണമായും അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 2022-ൽ റഷ്യ പൊടുന്നനെയാണ് യുക്രൈനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് ആരംഭിച്ച യുദ്ധം ഏകദേശം 3 വർഷമായി തുടരുകയാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. അതേസമയം US പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം വെടിനിർത്തലിനെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി. ഇതെല്ലാം പദ്ധതി പ്രകാരം നടന്നാൽ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് കരുതാം. ഈ സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ആവശ്യമെങ്കിൽ വെടിനിർത്തൽ സംബന്ധിച്ച് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞു. ഇത് റഷ്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഉടൻ തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ്. എല്ലാം പദ്ധതി പ്രകാരം നടന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ് അറിയിച്ചത്. മറുവശത്ത് യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ ചൊവ്വാഴ്ച കൂടിയാലോചനകൾ നടത്തിയിരുന്നു. സൗദി അറേബ്യയിൽ നടന്ന ഈ കൂടിയാലോചനാ യോഗം അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ളതായി കണ്ടു. ഈ കൂടിക്കാഴ്ചയും പോസിറ്റീവായി തന്നെയാണ് അവസാനിച്ചത്. ചർച്ചകൾ തുടരുന്നതിനായി ഇരു രാജ്യങ്ങളും പ്രത്യേക ടീമുകളെ പ്രഖ്യാപിക്കുമെന്നും അവർ ചർച്ചകൾ തുടരുമെന്നും കരുതാം. 2 നല്ല സംഭവങ്ങളും പെട്ടെന്നുണ്ടായത് ഒരു ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. യുക്രൈനിലെ യുദ്ധം ഇരു രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഏറെ മറിച്ച് അവ അന്താരാഷ്ട്ര വ്യാപാരത്തെയും സാരമായി ബാധിച്ചു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നു. ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക സംഘത്തെ അദ്ദേഹം ചർച്ചകൾക്കായി അയക്കുകയും ചെയ്തു. 2022-ൽ US നേതൃത്വത്തിലുള്ള നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. യുക്രൈൻ നാറ്റോയിൽ ചേർന്നിരുന്നെങ്കിൽ റഷ്യയോട് വളരെ അടുത്തുള്ള യുക്രൈനിൽ നാറ്റോയ്ക്ക് സൈന്യത്തെ വിന്യസിക്കാമായിരുന്നു. മാത്രമല്ല, റഷ്യ ആക്രമിച്ചാൽ എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യക്കെതിരെ പ്രതികരിക്കേണ്ടി വരും. യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നാലും നാറ്റോയിൽ ചേരുന്നത് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ പറഞ്ഞു. യുക്രൈന്റെ നാറ്റോ അംഗത്വത്തെ എതിർത്തതിനെ തുടർന്ന് 2022 ഫെബ്രുവരി 24-നാണ് മറുപടിയായി റഷ്യ ആദ്യം ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ കരാറിലെത്തിയതിനു ശേഷം യുക്രൈനിൽ നാറ്റോ സൈനികരെ വിന്യസിക്കരുതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആവർത്തിച്ചു പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഒരു കൃത്യമായ പദ്ധതിയും മുന്നോട്ട് വച്ചിട്ടില്ല. സമാധാനം സാധ്യമാകണമെങ്കിൽ റഷ്യയും യുക്രൈനും വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് USന്റെ നിലപാട്. യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളൊന്നും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കില്ലെന്ന് സൗദി ചർച്ചയുടെ തലേദിവസം തന്നെ റഷ്യ വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചേർന്നാണ് ചർച്ച നടത്തിയത്. ഈ വിഷയത്തിൽ ഇതുവരെ ഒരു നിഗമനത്തിലെത്തിയതായി തോന്നുന്നില്ല. എന്നാൽ യുക്രൈൻ നാറ്റോയിൽ ചേരില്ലെന്ന് ഉറപ്പായാൽ മാത്രമേ റഷ്യ വെടിനിർത്തലിന് സമ്മതിക്കുകയുള്ളൂ. വരും വർഷങ്ങളിലെ ചർച്ചകളിൽ ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം തങ്ങളെ ക്ഷണിക്കാതെ വെടിനിർത്തലിനെക്കുറിച്ച് സംസാരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈൻ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. തന്റെ സമ്മതമില്ലാതെ എടുക്കുന്ന ഒരു തീരുമാനമോ കരാറോ അംഗീകരിക്കില്ലെന്നും ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നതാണ് ശരിയായ രീതിയെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി.